ഹലോ ഫ്രണ്ട്സ്, ബീക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീയാണ്. ഫസ്റ്റ് ഇപ്പോൾ എൻ്റെ ഫേസ് ഒരു കണ്ടാൽ തന്നെ അറിയാം ഓയിൽനെസ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഞാൻ സ്കിൻ കെയർ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇത്രയുമാണ് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോ പിന്നീട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ആയിട്ട് എന്തൊക്കെ യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്തായിട്ട് ഒരു പോൺസിൻ്റെ BB ക്രീമാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഓയിൽനെസ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പോൺസിൻ്റെ ഇത്രയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു കുറച്ച് പിഗ്മെൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്ത് മിക്സ് ചെയ്യും. ഒരുപാട് ഫൗണ്ടേഷൻ ഇട്ട് ആ ഫീലൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് ഒന്ന് കളർ കറക്ഷന് മാത്രം നമുക്കിത് യൂസ് ചെയ്യാം. ഒരുപാട് ബ്രൈറ്റ് ആയിട്ടോ ഒരു ഡിഫറെൻറ്റ് ചേഞ്ച് ആയിട്ടോ ഒന്നും ഇതിട്ടെന്നും പറഞ്ഞ് വരത്തില്ല. ഒരു ജസ്റ്റ് ഒരു കളർ കറക്ഷൻ അത്ര നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഫൗണ്ടേഷൻ പുട്ടി അങ്ങനെയുള്ള ഒരു രീതിയിലുള്ളത് വരില്ല. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങൾ വരുമ്പോൾ ഇത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ കറക്റ്റായിട്ട് എവിടെയെങ്കിലും പോകാൻ പെട്ടെന്ന് റെഡി ആവുന്നെങ്കിൽ ഈ ഒരു BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഡിഫറെൻറ്റ് ആയിട്ട് കളറൊന്നും പുട്ടി പോലെയൊന്നും വരത്തില്ല. പിന്നെ ഞാൻ പോൺസിൻ്റെ പൗഡർ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് കുറച്ച് പുട്ടി പോലെയൊക്കെ തോന്നും. അത് പെട്ടെന്ന് പോകും. ഓക്കെ, കുറച്ച് ഇടുള്ളൂ. അതിൻ്റെ പുറത്തോടെ ഓക്കെ കുറവത്. അടുത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു കാജലാണ്. ഓക്കെ, മെബിലിൻ്റെ കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ചേഞ്ച് ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല കേട്ടോ, പെട്ടെന്ന് പോവും. ഇതിൻ്റെ ഐലൈനർ പക്ഷേ സൂപ്പറാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോവുകയും ചെയ്യും. ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യാനൊന്നും പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് മാഞ്ഞൊക്കെ പോവും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം കൊള്ളാം. വേറെയുള്ള കാജലിൻ്റെ പടർന്നൊന്നും സ്മച്ച് പ്രൂഫ് ആണെന്ന് തോന്നുന്നു. ബട്ട് പെട്ടെന്ന് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുമില്ല. ഈ സൈഡിൽ മാത്രമാണ് ഞാൻ എഴുതുന്നത്. ഞാൻ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് ഐലൈനറൊക്കെ വരയ്ക്കുന്നത്. അത് നമുക്ക് വേറൊരു വീഡിയോ കാണാം. ഓക്കെ, നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുറച്ചൊക്കെ അകത്ത് പോകും. അത് നമ്മൾ തുടച്ചെടുക്കും. ഈ സൈഡിൽ ഇത്രയും കൊടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ഐലൈനർ വരയ്ക്കാറ്. ഓക്കെ, കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് എൻ്റെ ചുണ്ട് പിഗ്മെൻറ്റേഷനായത്, ലിപ്പ് പിഗ്മെൻറ്റേഷനായത്. ഞാൻ മാസിൻ്റെ ഗേൾ പവറാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളി ലിപ് ഷെയ്ഡാണ്. എൻ്റെ ഫേവറേറ്റാണ്. എനിക്കിത് ചേരുള്ളൂ. ലിപ് ലൈനറൊക്കെ വാങ്ങിച്ച് ഇനി കൂടുതൽ നല്ല കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇടണം എന്നാഗ്രഹമുണ്ട്. ഇപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ വാങ്ങിക്കാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കുറച്ച് മതി, കൂടുതലായ ഓവറായി. കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ തുറച്ചു. ഹലോ ഗൈസ്, കഴുത്തിൽ നമ്മൾ വിഷ് കെയറിൻ്റെ ഒരു സൺസ്ക്രീൻ ഉണ്ട്. സൺസ്ക്രീൻ ബോഡി ലോഷൻ, നയാസിനമൈഡ്, സെറമൈഡ്, ക്യാരറ്റ് സീഡ്, ആസ്പെറീസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഒരു സൺസ്ക്രീനാണ്. ഇത് നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാം. കയ്യിൽ, കാലിൽ, കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള സൺസ്ക്രീനാണ്. അടിപൊളിയാണ്. ഇതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള ഇത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഞാൻ കയ്യിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യും. ഇട്ടതിന് ശേഷം അപ്പോൾ കഴുത്തും വേറൊരു കളറാവാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് പോയിൻസിൻ്റെ പൗഡർ തന്നെ എടുത്തിട്ട് അതിൻ്റെ പുറത്തായിട്ട് കുറച്ചൊരു കളർ കറക്ഷൻ, ഒരു ഡിഫറെൻറ്റ് ചേഞ്ച് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതുകൊണ്ടാണ്. ലിപ്സ്റ്റിക്കാണ് ഫുൾ എല്ലാത്തിനും കാരണം. ഇതാണ് എൻ്റെ ഹെയർ. നമുക്ക് ഹെയർ അയച്ചിട്ടിട്ട് ഈ ഒരു സീറം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ചെടുക്കുക, ഒരു ടു ഡ്രോപ്സ്. എന്നിട്ട് നല്ല കൈകൊണ്ട് മിക്സ് ചെയ്യുക. മുടിയിൽ തേച്ചെടുക്കുക. ചകിരി നാര് പോലത്തെ ലേസി ഹെയറാണ് എൻ്റെ. അതുകൊണ്ട് നല്ല തേച്ച് കൊടുക്കാം. പന്ന് വായിക്കണം. ഹെയർ കെയറും ഫേസ് കെയറും സ്കിൻ കെയറൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നാഗ്രഹമുണ്ട്. ഇപ്പോൾ എല്ലാം ഒന്ന് നടത്തി വെച്ചിട്ടാണ്.
ചെയ്ത് കൊടുത്തു. ഇനി നൈസിന് നമുക്ക് താഴ്ന്നേ ഉറക്കട്ടെ. ഞാൻ ചിപ്പ് ഇങ്ങനത്തെ ചിപ്പാണ് യൂസ് ചെയ്യുന്നത്. കാരണം മുടി ഒരുപാട് പൊട്ടാൻ ചാൻസ് കുറയും. കൊടുത്തതിന് ശേഷം ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ ഡ്രസ്സായതുകൊണ്ട് തന്നെ പോയിട്ടതിന് പറ്റുന്നില്ല. പോയിട്ടല്ലല്ലോ ഇങ്ങനെ കോതി ഫുൾ ബാക്കിലോട്ട് എടുത്തിട്ട് എൻ്റെ നെറ്റ് നല്ല ഹെയർ ഇരിക്കുന്നു. നമുക്ക് കണ്ടതിന് നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് എടുക്കാം. ബാക്കി കോതി മുകളിലോട്ടേക്ക്. ഇരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി കൂടി കൊടുക്കാം. ഇത്ര തീർന്നു. ഫ്രണ്ട്സ്, ഇനി ഈ 2 കമ്മലും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ക്ലാസ്സിന് പോയിട്ട് ഇതാണ് സിമ്പിൾ മേക്കപ്പ്. ഓക്കെ, സ്കിൻ കെയറിൻ്റെയും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജയിച്ചാവാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.